കെ.പി.സി.സി ഭാരവാഹികൾ നിർജ്ജീവമെന്ന് എ.ഐ.സി.സിക്ക് റിപ്പോർട്ട്. ഭൂരിഭാഗം ഡി.സി.സി അധ്യക്ഷന്മാരെ മാറ്റണമെന്നും നിർദ്ദേശം. ഡിസംബറിൽ തന്നെ കെ.പി.സി.സി പുനഃസംഘടന പൂർത്തിയാക്കാൻ ആലോചന. തഴയപ്പെട്ടാൽ പ്രതിഷേധിക്കാൻ ഒരുങ്ങി മറുവിഭാഗം നേതാക്കളും രംഗത്ത്. കെ.പി.സി.സി ഭാരവാഹികളിൽ മരണപ്പെട്ടവരുടെ ഒഴിവുകൾ നികത്തിയിട്ടില്ല. ഇവിടെ പുതിയ ആളുകളെ കണ്ടെത്തണം. കൂടാതെ 52 ഭാരവാഹികളിൽ 20ഓളം പേരുടെ പ്രവർത്തനം നിർജ്ജീവം. സജീവമല്ലാത്തവരെ ഒഴിവാക്കണം. ഡി.സി.സി അധ്യക്ഷന്മാരിൽ എറണാകുളം, മലപ്പുറം, കണ്ണൂർ ഒഴികെ മറ്റെല്ലാ പേരെയും മാറ്റണം. ഇതാണ് എ.ഐ.സി.സി സെക്രട്ടറിമാരായ വിശ്വനാഥ പെരുമാളും പി.വി. മോഹനും എ.ഐ.സി.സിക്ക് നൽകിയ റിപ്പോർട്ട്. എന്നാൽ ഇതിൽ തുടർ നടപടി ഉണ്ടായില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങണമെങ്കിൽ വേഗം പുനഃസംഘടന നടത്തണമെന്നാണ് നിലവിലെ നേതൃത്വത്തിന്റെ പുതിയ തീരുമാനം. ഡിസംബറിൽ തന്നെ കെ.പി.സി.സി പുനഃസംഘടന പൂർത്തിയാക്കാനാണ് ആലോചന. പക്ഷേ ഇക്കാര്യത്തിൽ സമവായം ഉണ്ടാക്കുകയാണ് നേരിടുന്ന വലിയ വെല്ലുവിളി. ഒഴിവാക്കപ്പെടുന്നവർ സ്വാഭാവികമായും ഇടയും. തങ്ങളുടെ പ്രതിനിധികളെ തഴഞ്ഞാൽ ഗ്രൂപ്പുകളും പ്രതിഷേധവുമായി രംഗത്തെത്തും. ഇത് മറികടക്കാനുള്ള തന്ത്രമാണ് നേതൃത്വം ആലോചിക്കുന്നത്. ഇക്കാര്യത്തിൽ സുധാകരനും സതീശനും 2 തട്ടിലാണെന്നതും ശ്രദ്ധേയമാണ്. കേരളത്തിന്റെ ചുമതലയുള്ള എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി സംസ്ഥാനത്തെ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാകും അന്തിമ ഭാരവാഹി പട്ടിക തയ്യാറാക്കുക. സജീവമല്ലാത്ത നേതാക്കളെ മാറ്റി യുവാക്കൾക്കും വനിതകൾക്കും അവസരം നൽകണമെന്നാണ് എ.ഐ.സി.സി നേതൃത്വത്തിന്റെ അഭിപ്രായം. എ.ഐ.സി.സി സെക്രട്ടറിമാരായ വിശ്വനാഥ പെരുമാളിന്റെയും പി.വി. മോഹന്റെയും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കെ.പി.സി.സിയുടെ 20ലധികം ഭാരവാഹികളെയും 10ലധികം ഡി.സി.സി അധ്യക്ഷന്മാരെയും മാറ്റേണ്ടി വരും. കേരളത്തിലെ കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം അനുസരിച്ച് ഒരു പൊട്ടിത്തെറിയില്ലാതെ ഇത് നടപ്പിലാക്കാൻ കഴിയുമോ എന്ന കാര്യം കാത്തിരുന്നു തന്നെ കാണണം. നിർമ്മൽ ചക്രവർത്തി, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.